കഷ്ടവും സങ്കടവും നമുക്കിഷ്ടമല്ല. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും അതാണ് അവസാനം ലഭിക്കുക. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിക്കുന്നു. അത് അല്പകാലം കൊണ്ട് തീരുന്നതല്ല, നിത്യമായൊരു അനുഭവമാണിതെന്ന് മനസ്സിലാക്കുക. വചനം ഇങ്ങനെ പറയുന്നു, അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കുമെന്ന് വചനം പറയുന്നു. ഒരു ദൈവ പൈതൽ ഇവിടെ മാനവും മഹത്വവും അന്വേഷിച്ച് നടക്കേണ്ടതില്ല. ഇന്ന് ഈ ലോകം മാനമെന്ന് പറയുന്നത് പലപ്പോഴും ലജ്ജാകരമായ സംഗതികളാണ്. ഈ ലോകത്തിൻ്റെ മഹത്വം ദൈവസന്നിധിയിൽ വിലയുള്ളതല്ല. ദൈവഹിതത്തിന് അതീതമായി ഈ ലോകത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ ശത്രുക്കളാകുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇവിടെ പലതും കണ്ട് ആകർഷിക്കപ്പെട്ട് ഈ ലോകത്തിൻ്റെ പുറകിനോടുമ്പോൾ നാം ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നതിന് സാധ്യതയുണ്ട്. ലോകം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നത് പലപ്പോഴും മരീചികയുടെ അനുഭവമാണ്. വല്ലാതെ മോഹിപ്പിച്ച് അതിൻ്റെ അരികിലേക്ക് നാം എത്താൻ ശ്രമിക്കുമ്പോൾ അത് പിന്നെയും മോഹിപ്പിച്ചകന്നു പോകുന്ന കാഴ്ച. ഈ അലച്ചിലിനിടയിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ സമയം കണ്ടെത്താതെ അവസാനം നാം ജീവിത വഴിയിൽ നിരാശയോടെ കുഴഞ്ഞു വീഴുന്നു. ഈ ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, സാത്താൻ്റെ വഞ്ചനയാണിത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നമുക്ക് പോരാട്ടമുള്ളത് ജഡം, ലോകം, പിശാച് എന്നിവയോടാണെന്നത്. ഇവിടെ നമ്മെ വ്യർത്ഥമായ പലതും കാട്ടി മോഹിപ്പിക്കുമ്പോൾ ആ വഞ്ചന തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുവാൻ നമുക്ക് ആഗ്രഹമില്ല. ശത്രു നമ്മെ കീഴടക്കുവാൻ ശ്രമിക്കുമ്പോൾ ചെറുത്തു നിൽക്കാൻ നാം തയ്യാറാകുന്നില്ല, കുതിറിയോടുവാൻ ശ്രമിക്കുന്നില്ല. പാപത്തോട് പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കുവാൻ നാം തയ്യാറാകണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ടോടിപ്പോകുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് നൽകുന്നു. നമ്മുടെ സ്വന്തം ശക്തിയാൽ നമുക്കൊരു ജയജീവിതം നയിപ്പാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ബലമില്ലായ്മ സ്വയം തിരിച്ചറിഞ്ഞ് അത് ദൈവത്തോട് പറയുകയും ദൈവവചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപയും ശക്തിയും ദൈവത്തോട് ചോദിക്കുകയും ചെയ്താൽ തീർച്ചയായും ദൈവം നമ്മെ ശക്തീകരിക്കും. നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവവചനം കേൾക്കുവാൻ ഒരു കാതും അനുസരിപ്പാനുള്ളൊരു മനസ്സും നമുക്കുണ്ടെങ്കിൽ ഒരു ജയകരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും. സ്വയത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെ നിയന്ത്രിക്കുവാൻ ദൈവത്തെ അനുവദിക്കുക. ഹൃദയം കഠിനപ്പെടുത്താതെ ഓരോ വചന കേൾവിയും നമ്മെ നിരന്തരം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദയ നമ്മെ നിത്യജീവനിലേക്ക് വഴി നടത്തും. അതിനായി സമർപ്പിക്കുക. ദൈവം സഹായിക്കും.